പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ നിത്യജീവ മൊഴികൾ എന്ന പ്രസംഗ പരമ്പരയിൽ കടന്നു വരുവാനും സംസാരിക്കാനും കൃപാലുവായ ദൈവം ഒരു പ്രാവശ്യം കൂടെ ജീവിതത്തിൽ അവസരം തന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഗ്രൂപ്പിൻ്റെ അൻപന്മാർക്കും ഗ്രൂപ്പിൽ ശ്രമിക്കുന്ന എല്ലാ സൗരസൗരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും ഒരു പ്രാവശ്യം കൂടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സംസാരിക്കുകയുണ്ടായത് വിഷയം ഇതായിരുന്നു: സ്നാന തർക്ക വിഷയത്തിന് തിരശ്ശീല എന്നുള്ള സബ്ജക്റ്റിൻ്റെ ആദ്യത്തെ ഒരു പാട്ട് ചെയ്തു. അതിൻ്റെ അവസാനം ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് ഈ ഞായറാഴ്ച ചെയ്യുന്നതായിരിക്കും എന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് തീർച്ചയായിട്ടും സ്നാന തർക്ക വിഷയത്തിൽ തിരശ്ശീല എന്ന സബ്ജക്റ്റിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുമ്പോൾ ഒരുവന് ലഭിക്കുന്നതായ ആത്മീയ അനുഗ്രഹങ്ങളും അനുഭവങ്ങളുമാണ് പറഞ്ഞത്. കേട്ടിട്ടില്ലാത്തവർക്ക് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ചുരുക്കമായി പറയുന്നു. ഒന്ന്, ജോൺ 3:5 പ്രകാരം ബോൺ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിൽ ജനിക്കുന്നു. രണ്ടാമത് പരിശുദ്ധാത്മാവ് ദാനം ലഭിക്കുന്നു. മൂന്നാമത് പാപസംബന്ധമായി മരിക്കുന്നു. നാലാമത് ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളാകുന്നു. ക്രിസ്തുവിനോട് കൂടെ കുഴിച്ചിടപ്പെടുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർന്നെഴുന്നേറ്റതുപോലെ സ്നാനമേറ്റൊരു വ്യക്തി ഒരു പുതുക്കത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നു. ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോടും പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീകരിച്ചവരായിത്തീരുന്നു. പഴയ മനുഷ്യൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടുന്നു. പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച അനുഭവത്തിൽ ആയിത്തീരുന്നു. ക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരെന്നുള്ള വിശ്വാസത്തിൽ എത്തിച്ചേരുന്നു. ക്രിസ്തുവിനോടുകൂടെ ചേരുന്നു. ക്രിസ്തുവിനെ ധരിക്കുന്നു. ക്രിസ്തുവുമായി ആത്മീയ ഐക്യത കൈവരിക്കുന്നു. ദൈവസഭയുടെ മൂലക്കല്ലായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് ജീവൻ പ്രാപിച്ച് ജീവനുള്ള കല്ലുകളായി ദൈവത്തിന് ആത്മീയ യാഗം കഴിപ്പാൻ തക്കണം വിശുദ്ധ പുരോഹിത വർഗമായി തീരുന്നു. ദൈവമായിട്ടും സഹവിശ്വാസമായിട്ടും ആത്മീയ കൂട്ടായ്മയ്ക്ക് അർഹരായിത്തീരുന്നു. പൈശാചിക അന്ധകാരത്തിൽ നിന്നും ദൈവിക പ്രകാശത്തിലേക്ക് പ്രവേശിക്കുന്നു. ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ അർഹരായിത്തീരുന്നു. നിത്യജീവിതത്തിലേക്കുള്ള പാതയിൽ പ്രവേശിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഞാൻ ചുരുക്കമായി നിങ്ങളോട് അറിയിക്കുകയുണ്ടായി കഴിഞ്ഞ മെസ്സേജിൽ. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള മെസ്സേജുകൾ കേൾക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കേട്ടതിന് ശേഷമായിരിക്കണം ഈ രണ്ടാമത്തെ പാട്ട് നിങ്ങൾ കേൾക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഒരു പൂർണ്ണ വിവരം സ്നാനത്തോട് ബന്ധിച്ചുള്ള നിങ്ങൾ ഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഞാൻ അതിൻ്റെ രണ്ടാമത്തെ പാർട്ടായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ സ്നാന വിഷയത്തിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൻ്റെ പ്രാധാന്യത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശുക്രിസ്തു അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. യോഹന്നാന്റെ സുവിശേഷം 15:16. അപ്പോസ്തലൻ എന്ന വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ, പ്രതിനിധി, സന്ദേശവാഹകൻ എന്നാകുന്നു. അജ്ഞാനിയോ അശക്തനോ അല്ല അവരെ തിരഞ്ഞെടുത്തത്, സകലവും അറിയുന്നവനും സകലത്തിനും കാരണഭൂതനുമായിരുന്ന ദൈവമാണ് അവരെ തിരഞ്ഞെടുത്തത്. യോഹന്നാൻ 1:4 പരിശോധിക്കുക. കൊലോസ്യർ 1:15 നോക്കുക. തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. മർക്കോസ് 3:13. ആകയാൽ ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? റോമർ 8:33. പുതിയ യെരൂശലേമിൽ 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ കാണുന്നു. അപ്പോൾ സ്നാന വിഷയമായി സംബന്ധിച്ച് അപ്പോസ്തലന്മാരുടെ പ്രാധാന്യത എന്താണെന്നുള്ളതാണ് ഞാൻ ഇന്ന് വിവരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അത് കേൾക്കണം. വചനത്തിലെ കോട്ടിയുന്നതായ വചനങ്ങൾ നിങ്ങൾ എടുത്തു വായിക്കുകയും ചെയ്യണമെന്നുകൂടെ അറിയിക്കുന്നു. അവൻ അവരെ ഓർഡൈൻ ചെയ്തു. മർക്കോസ് 3:14. അഥവാ ആധികാരികമായി എംപവർ ചെയ്തു, ഓതറൈസ് ചെയ്തു, അധികാരപ്പെടുത്തി, അഭിഷേകം ചെയ്തു എന്ന് കാണുവാൻ സാധിക്കും. സകലത്തിന്മേലും അധികാരമുള്ളവനായിരുന്നു അവരെ അഭിഷേകം ചെയ്ത് നിയമിച്ചത്. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പിപ്പാൻ ആവശ്യമില്ല.
അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാൽ അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ അവനിൽ വസിപ്പീൻ. 1 യോഹന്നാൻ 2:27. എന്തു കാര്യത്തിനായി അവൻ അവരെ തിരഞ്ഞെടുത്തുവോ അത് നിവർത്തിപ്പാൻ തക്കോണം അവൻ ശക്തനാകുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടി അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു? തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിനും അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാനും പഠിപ്പിക്കുവാനും പുതിയ നിയമം രേഖപ്പെടുത്തുവാനും ആണ് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തത്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങൾ ദയവായി വായിക്കുക. പ്രൈസ് ദി ലോർഡ്. ആടുകളെ മേയ്ക്കുവാനായിരുന്നു തിരഞ്ഞെടുത്തത്. യോഹന്നാന്റെ സുവിശേഷം 21:17-18. യേശുവിനോടൊപ്പം ഏകദേശം 3.5 വർഷം ചെലവഴിച്ച് തങ്ങളുടെ കർത്താവും ഗുരുവുമായവനിൽ നിന്ന് നേരിട്ട് തിരുവചന സത്യങ്ങൾ ഗ്രഹിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. അവരുടെ ഉപദേശത്തിൽ എല്ലാവരും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവരെന്നും അറിയുന്നു. പ്രവൃത്തികൾ 4-13 പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തീർച്ചയായിട്ടും യേശുക്രിസ്തു നിയമിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട് അധികാരപ്പെടുത്തി ഓതറൈസ് ചെയ്ത് അയച്ച അപ്പോസ്തലന്മാർ തീർച്ചയായിട്ടും യേശുക്രിസ്തുവിൻ്റെ കൽപ്പനകളെ പാലിക്കുവാൻ അവർ ശക്തനാകുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, യേശുക്രിസ്തു പറഞ്ഞത് വിശ്വസിക്കണമോ, പത്രോസ് പറഞ്ഞ വിശ്വസിക്കുന്നോ എന്ന് പറഞ്ഞ് നിങ്ങളെ കുടുക്കി ചതിയിലാക്കുന്ന ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ നിങ്ങൾ മനസ്സിലാക്കുക. അവർ ദുരുപദേശകരാകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും തിരുവചന സത്യങ്ങൾ ഗ്രഹിക്കുവാൻ അവർക്ക് ബുദ്ധി തുറന്നു കിട്ടി. ആർക്ക്? ശിഷ്യന്മാർക്ക്. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധി തുറന്നു. ലൂക്കോസ് 24:25. എന്നാൽ ഇന്ന് മന്ദബുദ്ധികൾക്ക്, ലൂക്കോസ് 24:25, മന്ദബുദ്ധികൾ, അന്ധബുദ്ധികൾ തിരുവചന സത്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ ഇവർക്കെല്ലാം ലോകപരമായിട്ട് എന്തുണ്ട്? BTH ഉണ്ട്, MDH ഉണ്ട്, മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി ഉണ്ട്, PhD ഉണ്ട്. എന്നാൽ തീർച്ചയായിട്ടും ഇവരുടെ ബുദ്ധിയെ തുറന്നിട്ടില്ല. വെളിപ്പാടിൻ്റെയും ആത്മനിശ്വസ്തതയുടെയും ഫലമായി രൂപം കൊണ്ട പുതിയ നിയമ സത്യങ്ങൾ ഗ്രഹിക്കുവാൻ ആത്മാവിൻ്റെ പ്രകാശനം ആവശ്യമാകുന്നു. അപ്പോസ്തലന്മാരുടെ പ്രസംഗത്തിനും എഴുത്തുകൾക്കും ആത്മനിശ്വസ്തതയുണ്ട്. 1 തെസ്സലോനിക്കർ 4:2, 1 കൊരിന്ത്യർ 14:37 നിങ്ങൾ തീർച്ചയായും വായിക്കണം. കർത്താവ് അവർക്ക്, പ്രത്യേകിച്ച് പത്രോസിന്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ കൊടുത്തു. മത്തായിയുടെ സുവിശേഷം 16:19 ഇംഗ്ലീഷിൽ കീസ്, താക്കോലുകൾ പ്ലൂറലാണ്, അത് താക്കോൽ എന്നാണ് മലയാളത്തിൽ. എന്നാൽ തീർച്ചയായിട്ടും ഇംഗ്ലീഷിൽ കീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ കീസ് എന്ന് പറയുമ്പോൾ 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കേണ്ടത് അപ്പോസ്തലന്മാരാണ്. അവരുപയോഗിക്കുന്ന ഉപദേശങ്ങൾ ആണ് കീസ് എന്ന് ഉപയോഗിക്കുന്നത്. ആ ഉപദേശത്തിൽ കൂടെ ആകുന്നു ഒരുവൻ സ്വർഗരാജ്യത്തിൽ കടക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. മത്തായി 18:18. ആകയാൽ കർത്താവ് തിരഞ്ഞെടുത്തു നിയോഗിച്ച അപ്പോസ്തലന്മാരെക്കാൾ ഉപദേശ വിഷയത്തിൽ വലിയരാകുവാൻ ശ്രമിക്കുന്നവരെ പറ്റി പരിശുദ്ധാത്മാവ് എന്തു പറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ. 2 കൊരിന്ത്യർ 11:11-14 കപടവേലക്കാർ, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവർ, കൊടിയ ചെന്നായ്ക്കൾ, വിപരീതോപദേശം പ്രസ്താവിക്കുന്നവർ, ദുരുപദേഷ്ടക്കന്മാർ എന്നാകുന്നു. ആടുകളുടെ വേഷം പൂണ്ട് കടന്നു വരുന്ന കൊടിയ ചെന്നായ്ക്കൾ എന്നാകുന്നു കർത്താവ് സൂചിപ്പിച്ചിരിക്കുന്നത്. ആരെ?
അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾക്ക് വിരോധമായി സംസാരിക്കുന്നവരെ പറ്റിയുള്ള വാക്കുകളാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലന്മാർ ആരായിരുന്നു? അവർ ആദ്യം മുതലുള്ളവനെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടവരും തൊട്ടു നോക്കിയവരും ആയിരുന്നു. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതും. 1 യോഹന്നാൻ 1 മുതൽ 3 വരെ. നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണു ഭാഗ്യമുള്ളത്. ലൂക്കോസ് 10:23-24. ഈ ഭാഗ്യപദവി ഇന്നുള്ള വേദശാസ്ത്രികൾ എന്ന് അഭിമാനിക്കുന്ന അവർക്ക് ലഭിച്ചിട്ടില്ല. ഇന്നുള്ള വേദശാസ്ത്രികൾക്ക് എന്തുണ്ട്? MTH ഉണ്ട്, BTH ഉണ്ട്, PhD ഉണ്ട്, മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി ഉണ്ട്. അത് ഈ ലോകത്തിലെ പോപ്പുമാരായിട്ട് ചിലരെ കാണപ്പെടുന്നു. വേദശാസ്ത്രികൾ കർദിനാൾമാരെ, അച്ഛന്മാരെ, പുരോഹിതന്മാരെ, ബിഷപ്പുമാരെ, ഓവർസിയർമാരെ, പാസ്റ്റർമാരെ കാണുവാൻ സാധിക്കും. പക്ഷേ അവർക്കൊന്നും ഈ അപ്പോസ്തലന്മാർക്ക് ലഭിച്ച പദവികൾ ലഭിച്ചില്ല. എന്തുകൊണ്ടാണ്? അവർ ആദ്യം മുതലുള്ളതിനെ കേട്ടതും കണ്ണുകൊണ്ട് കണ്ടതും തൊട്ടു നോക്കിയതുമായ നിങ്ങൾ കാണുന്ന കണ്ണു ഭാഗ്യമുള്ളത് എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഭാഗ്യ പദവികൾ ഇന്ന് ഈ ലോകത്തിലുള്ള ഒരു കുഞ്ഞിനും ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോയി കഴിയുമ്പോൾ മാത്രമേ യാഥാർത്ഥ്യങ്ങളെ ശരിയായി കാണുവാൻ കഴിയുകയുള്ളൂ. അവർ ആദ്യം മുതലുള്ളവരിൽ നിന്ന് കേട്ടവർ ആയിരുന്നു. കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നു. എബ്രായർ 2:2, 1 യോഹന്നാൻ 1:1 മുതൽ 3 വരെ. ആരാകുന്നു കേട്ടവർ? യേശുക്രിസ്തുവിൻ്റെ കൽപ്പന കേട്ടവർ ആരാകുന്നു? മത്തായി 28:19 ഉപദേശം കേട്ടവർ ആരാകുന്നു? ഇന്നുള്ള ഉപദേഷ്ടക്കന്മാരല്ല, പ്രത്യുത അപ്പോസ്തലന്മാരാകുന്നു. ആകയാൽ ഉപദേശ വിഷയത്തിൽ അവരുടെ വാക്കുകൾക്ക് തെറ്റുപറ്റുകയില്ല. നിങ്ങൾ കേൾക്കുന്നതിനെ കേൾപ്പാൻ, അത് ലൂക്കോസ് 10:23-24, യേശുക്രിസ്തുവിനോട് കൂടെ നടക്കുകയും അവരിൽ നിന്ന് നേരിട്ട് കേൾക്കുകയും ചെയ്ത അപ്പോസ്തലന്മാർ യേശുവിൻ്റെ വാക്കുകൾ വ്യാഖ്യാനിക്കുവാൻ പ്രാപ്തന്മാരും യോഗ്യന്മാരുമാകുന്നു. അവരുടെ വാക്കുകൾ കൂട്ടിക്കളയുവാൻ ആരും ശ്രമിക്കരുത്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുയേശുവിൻ്റെ മനോഹരമായ ചിത്രം അവർ വ്യക്തമായി പുതിയ നിയമത്തിൽ വരച്ചു കാണിച്ചിരിക്കുന്നതിനും ആരും ചായം പൂശുവാൻ തുനിയരുത്. ഗലാത്യ ലേഖനം 3:1. യേശുക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്തു മയക്കിയതാര്? അവർ നിർമ്മിത കഥകൾ അഥവാ കെട്ടുകഥകൾ പ്രസ്താവിച്ചിട്ടില്ല. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. 2 പത്രോസ് 1:16. അവൻ്റെ മഹിമ കാണാൻ കഴിയാത്ത വേദശാസ്ത്രികൾ പടച്ചു വയ്ക്കുന്ന തത്വശാസ്ത്രം സാത്താൻ്റെ പണിപ്പുരയിലെ ആയുധങ്ങളാകുന്നു. അത് യേശുക്രിസ്തുവിൻ്റെ സഭയിൽ ഒരിക്കലും കീഴ്പ്പെടുത്തുവാൻ സാധ്യമല്ല. പുതിയ നിയമം എഴുതുവാൻ കർത്താവ് അവരെ നിയോഗിച്ചു. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ 17:20 യേശുക്രിസ്തു പ്രാർത്ഥിച്ചു. എങ്ങനെ? ഇവരുടെ വചനത്താൽ. ആരുടെ വചനത്താൽ? അപ്പോസ്തലന്മാരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കണം. അതാണ് യേശുക്രിസ്തു പ്രാർത്ഥിച്ചത്. അപ്പോസ്തലന്മാരുടെ വചനത്തിൽ കൂടി വേണം നാം കർത്താവിനെ കാണുവാനും വിശ്വസിക്കാനും ശ്രമിക്കേണ്ടത്. പുതിയ നിയമം എഴുതപ്പെട്ടില്ലാത്തതിനാൽ AD 50 മുതൽ 100 വരെയുള്ള കാലഘട്ടത്തിൽ പുതിയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളും എഴുതി കഴിഞ്ഞിരുന്നു. ദൈവത്തിൻ്റെ ആലോചന യഥാസമയങ്ങളിൽ കർത്താവ് അവരിൽ കൂടി അപ്പോസ്തലന്മാരിൽ കൂടി നൽകിയിരുന്നു. AD 29-നും 33-നും മധ്യേ ക്രൈസ്തവ സഭയുടെ തുടക്കം കുറിച്ചു. ദൈവസഭയ്ക്ക് ലഭിക്കാതിരുന്ന സത്യങ്ങളായിരുന്നു ഓരോ സന്ദർഭങ്ങളായി അപ്പോസ്തലന്മാരിൽ കൂടി കർത്താവ് വെളിപ്പെടുത്തി കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാകുന്നു അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും
യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 12-13 നോക്കുക എന്ന് അപ്പോസ്തലന്മാരോട് പറഞ്ഞത്. ദൈവസഭയ്ക്ക് ലഭിക്കാതിരുന്ന സത്യങ്ങളുടെ ആകത്തുക അപ്പോസ്തലന്മാരിൽ കൂടി രേഖപ്പെടുത്തിയ പുതിയ നിയമം വ്യക്തമാക്കുന്നു. ആത്മനിശ്വസ്തമായ അപ്പോസ്തലന്മാരുടെ വാക്കുകൾ നോക്കുക. ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിൻ്റെ കൽപ്പനയാകുന്നു. പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിൻ്റെ കൽപ്പനയാകുന്നു. 1 കൊരിന്ത്യർ 14-ാം അധ്യായം 37, റോമർ 16-17, ഗലാത്യർ 1:12, 1 തിമോഥെയോസ് 4:11, തീത്തോസ് 3:8. എന്നാൽ ഇന്ന് അപ്പോസ്തലന്മാരെക്കാൾ വലിയ വ്യാഖ്യാനിക്കുന്നവർ ഇറങ്ങിപ്പെട്ടിരിക്കുന്നു. ആശ്ചര്യം തന്നെ. നിത്യയുടെ ഭദ്രയ്ക്ക് തുരങ്കം വെക്കുന്നതാണ് നിങ്ങൾ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളെ ഖണ്ഡിക്കുന്നത് എന്നുകൂടെ മനസ്സിലാക്കണം. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോസ്തലന്മാരെക്കാൾ വലിയ വ്യാഖ്യാതികൾ ഇപ്പോൾ എഴുതിയിട്ടിരിക്കുകയാണ്. യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, യേശുക്രിസ്തുവിനെ ഇങ്ങനെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ച് യേശുക്രിസ്തുവിനെ ചോദ്യം ചെയ്യുന്നതാണ് ഈ തൃത്വ പെന്തിക്കോസ്തുകാർ ഇപ്പോൾ നമ്മൾ കാണുന്നത്. യേശുക്രിസ്തു ഇങ്ങനെ പറയരുതായിരുന്നോ, യേശുക്രിസ്തു ഇങ്ങനെ പറയരുതായിരുന്നോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നോ? നമ്മൾ എന്ത് വിശ്വസിക്കണം? എന്ത് എഴുതിയിരിക്കുന്നു അതാണ് നമ്മൾ കേൾക്കേണ്ടത്. അത് വിവേചിച്ച് അറിയണം. എല്ലാത്തിൻ്റെയും സാരം കേൾക്കുക, നല്ലത് തിരഞ്ഞെടുക്കുക എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പഠിപ്പിക്കുവാൻ അപ്പോസ്തലന്മാരോടാകുന്നു കർത്താവ് കൽപ്പിച്ചത്. മത്തായി 22:19-20 വാക്യങ്ങൾ. അവർ യേശുവിൻ്റെ വാക്കുകൾ വ്യാഖ്യാനിച്ചിരിക്കുന്നതും പഠിപ്പിച്ചതും പ്രവർത്തിച്ചതും നാം അനുസരിക്കുന്നതിൽ കൂടി യേശുവിൻ്റെ കൽപ്പന അനുസരിക്കുകയായിരിക്കും ചെയ്യുക എന്നറിഞ്ഞുകൊള്ളുക. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണം. 2 പത്രോസ് 3:2. ആദിമസഭ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുപോന്നു. അപ്പോസ്തലന്മാരുടെ 2:42, 16-4. ഇങ്ങനെ രക്ഷിക്കപ്പെടുന്നവരെ ദൈവത്തിന് സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. എങ്ങനെ രക്ഷിക്കപ്പെടുന്നവരെ? അപ്പോസ്തലന്മാരുടെ ഉപദേശത്താൽ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനകത്ത് സ്നാനമേറ്റു അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോകുന്ന ആ ജനതയെ 1-ാം നൂറ്റാണ്ട് മുതൽ ദൈവത്തിന് സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അത് നമുക്ക് 2:47 വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കും. ഇങ്ങനെ രക്ഷിക്കപ്പെടുന്നവരെ ദൈവം ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർപ്പീൻ. യൂദ 17. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർപ്പീൻ. യൂദ 17. അവരുടെ വാക്കുകൾ ആദിമസഭയ്ക്ക് അനുസരിക്കാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അനുസരിക്കാൻ കഴിയുന്നില്ല? ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. എഫേസ്യർ 2:20. പ്രവാചകന്മാരിൽ വസിച്ചിരുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവായിരുന്നു. 1 പത്രോസ് 1:11-12. പുതിയ നിയമസഭയിലും വ്യാപരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവാകുന്നു. ലൂക്കോസ് 3:16, മത്തായി 10:20, റോമർ 8:9, തീത്തോസ് 3:7, ഫിലിപ്പിയൻസ് 1:19, റോമർ 8:15, പ്രവൃത്തികൾ 16:6-9 നിങ്ങൾ ചെക്ക് ചെയ്യാം. സത്യം എല്ലായ്പ്പോഴും വേദപുസ്തകവുമായി പൊരുത്തപ്പെടേണ്ടതാകുന്നു. വേദപുസ്തകത്തോട് പൊരുത്തപ്പെടാത്ത വിഷയങ്ങൾ ഏതെങ്കിലും ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഉപദേശമായി സ്ഥാപിക്കാൻ സാധ്യമല്ല. ഒരു ഭാഗത്ത് മറമായി തോന്നുന്നത് വേറൊരു ഭാഗത്ത് വെളിപ്പെടുത്തിയിരിക്കും. അതുകൊണ്ടാണ് ബൈബിളിൽ പഴയ നിയമത്തിൽ പറയുന്നത്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ അന്വേഷിച്ച് നോക്കുവിൻ, അതിന് ഒന്നും ഇണയില്ലാതിരിക്കില്ല. യഹോവയുടെ വായല്ലോ കൽപ്പിച്ചത്. അപ്പോൾ ഒരു വാക്യത്തിന് ഒരു ഇണവാക്യം 66 പുസ്തകങ്ങളിൽ എവിടെയെങ്കിലും കണ്ടിരിക്കണം. അങ്ങനെയെങ്കിൽ മത്തായിയുടെ 28:19 ഇണവാക്യം എവിടെയാണ് ബൈബിളിൽ കാണിക്കുവാൻ ആർക്ക് സാധിക്കും? പ്രൈസ് ദി ലോർഡ്. ആകയാൽ ആരും അടിസ്ഥാനം പൊളിക്കരുത്. അടിസ്ഥാനം ഏതാണ്?
അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും യേശുക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ പണിതിരിക്കുന്ന അടിസ്ഥാനം പൊളിക്കുവാൻ ആരും ശ്രമിക്കരുത്. അങ്ങനെ മതിൽ പൊളിക്കുന്നവനെ, അടിസ്ഥാനം പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും എന്നറിഞ്ഞുകൊള്ളുക. സദൃശവാക്യങ്ങൾ 23-ാം അധ്യായം 10-ാം വാക്യം. കർത്താവ് പരിശുദ്ധാത്മാവിനാൽ ആയിരുന്നു കൽപ്പന കൊടുത്തത്. യോഹന്നാന്റെ സുവിശേഷം 20:22, 7:37 നോക്കുക. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഇതൊരു കൽപ്പന മത്തായി എഴുതിയിരിക്കുന്നു ഒരു വാക്യമാകുന്നു. അപ്പോൾ സത്യവചനത്തെ നമ്മൾ എന്ത് ചെയ്യണം? യഥാർത്ഥമായി വിഭജിക്കണം. 2 തീമോഥെയോസ് 2:15 നിങ്ങൾ ഇംഗ്ലീഷിൽ നോക്കുക. ആകയാൽ യേശു പറഞ്ഞ കൽപ്പനയിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് നമുക്ക് നോക്കാം. കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി ഈ അവസരത്തിൽ ഓർക്കുന്നത് നന്നായിരിക്കും. ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 12-13 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യം. അപ്പോൾ സ്നാനത്തിൻ്റെ കൽപ്പനയിൽ അടങ്ങിയിരിക്കുന്ന കാര്യം ഒന്നാമത്തെ എന്താണ്? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എന്ന് പറഞ്ഞാൽ താൻ സകലത്തിൻ്റെയും സൃഷ്ടാവാകിയാൽ സർവത്തിനും അധികാരിയാകുന്നു. യോഹന്നാൻ 1:1-4 വരെയുള്ള വാക്യങ്ങൾ. എബ്രായർ ലേഖനം 1-ാം അധ്യായം 8-10 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ഗ്രഹിച്ചാലും. രണ്ടാമത്, നൽകപ്പെട്ടിരിക്കുന്നു. എന്ത് നൽകപ്പെട്ടിരിക്കുന്നു? തന്നെത്താൻ ഒഴിച്ചവൻ, തന്നെത്താൻ താഴ്ത്തിയവൻ, തന്നെത്താൻ സാക്ഷ്യം പറയുന്നവൻ, തന്നെത്താൻ ഏൽപ്പിച്ചവൻ, തന്നെത്താൻ ഉയർത്തെഴുന്നേറ്റവൻ, തൻ്റെ സ്വന്തം നിർണയത്തിന് ഒത്തവണ്ണം പ്രവർത്തിക്കുന്നവൻ, തന്നെത്താൻ സത്യം ചെയ്യുന്നവൻ, തൻ്റെ മഹത്വം മറ്റൊരുത്തനും കൊടുക്കയില്ലാത്തവൻ, തനിക്ക് മുമ്പും പിമ്പും മറ്റൊരുത്തനും ഇല്ലാത്തതിനാലും താൻ മറ്റൊരുത്തനെ അറിയാത്തതുകൊണ്ടും ക്രൂശിലെ മരണത്തോളം ഏതെല്ലാം മഹിമകൾ മറയ്ക്കുകയും ഏതെല്ലാം നിലയിൽ താഴുകയും ചെയ്തുവോ അതെല്ലാം വീണ്ടും സ്വീകരിക്കുന്നു. അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 12-ാം വാക്യം. പിന്നീട് എന്താണ്? പോകുക. അപ്പോൾ ആദ്യമായിട്ട് അധികാരം യേശുക്രിസ്തു ലഭിച്ചിരിക്കുന്നു, നൽകപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ സ്വന്തമായി തന്നെ എല്ലാം ചെയ്യുന്നു. പിന്നെ അവരോട് പറയാണ് പോകുക. കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുക. കൽപ്പന പറയുവാനല്ല, കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കണം. പിന്നീട് ഉപദേശിക്കുക, പ്രസംഗിക്കുക, പഠിപ്പിക്കുക. അപ്പോസ്തലന്മാരുടെ 2:42, 16-4. ശിഷ്യരാക്കുക. പ്രവൃത്തി 6:7, 14-23. സ്നാനപ്പെടുത്തുക. പ്രവൃത്തി 8:12, 16, 10:48, 2:38, 19:1-6 വരെയുള്ള വാക്കുകൾ ശ്രദ്ധിക്കുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നത് നാമമല്ല, പേരുകളല്ല, പിന്നെയോ സർവനാമങ്ങൾ അല്ലെങ്കിൽ ടൈറ്റിൽസ് ആകുന്നു. ആരാകുന്നു പിതാവ്? ഞങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ, ദൈവം തന്നെ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 41-ാം വാക്യം. ദൈവം ആരാകുന്നു? ദൈവം ആത്മാവാകുന്നു. യോഹന്നാൻ സുവിശേഷം 4:24. ആകയാൽ പിതാവ് അഥവാ ദൈവം എന്നുള്ളത് ആത്മാവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. എഫേസ്യർ 4:4-6 വരെ വാക്യങ്ങൾ. മലാക്കി 2:10. യേശുക്രിസ്തു ആരാകുന്നു? അവൻ നിത്യപിതാവും ആകുന്നു.
യെശയ്യാവ് 9:6, വെളിപ്പാട് 21:6-7, യെഹെസ്കേൽ 32:23, അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവവസാനവുമില്ല. എബ്രായർ 7:3 അന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കും എന്ന് ഞാൻ പറയുന്നില്ല. യോഹന്നാൻ 16:25-26 വരെയുള്ള വാക്യങ്ങൾ. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു, കൊലോസ്യർ 1:27, 2 കൊരിന്ത്യർ 3:17 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. കൊലോസ്യർ 2:9. ദൈവപ്രതിമയായ ക്രിസ്തുവിൽ വസിക്കുന്ന ആത്മാവ്, ഹ്യൂമാനിറ്റി ആൻഡ് ഡീറ്റി, സ്വർഗങ്ങളും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 ദൈവങ്ങളോ 3 ആളത്വങ്ങളോ അല്ല, എന്നാൽ ഏക സത്യ ദൈവത്തിൻ്റെ 3 വെളിപ്പാടുകൾ, 3 ടൈറ്റിൽസ്, 3 ഡിസ്പെൻസേഷൻ പീരിയഡ്, 3 മാനിഫെസ്റ്റേഷൻസ് അഥവാ ഔദ്യോഗിക സ്ഥാനങ്ങൾ ആകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആകയാൽ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്ക. 2 തീമോഥെയോസ് 3:13-15 വരെ. അപ്പോൾ തീർച്ചയായിട്ടും യേശുക്രിസ്തുവിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കേണ്ടതും അതിനുപദേശിക്കുകയും ചെയ്യേണ്ടതിന് യോഗ്യന്മാരായിരിക്കുന്നവർ യേശുക്രിസ്തു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരായിരിക്കണം. അവരുടെ പ്രത്യേകതകളാകുന്നല്ലോ ഞാൻ നിങ്ങളെ ഇത്രയും നേരം വിവരിച്ചത്. നാമങ്ങൾ എന്നല്ല, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമങ്ങളിൽ എന്നല്ല, പിന്നെയോ നാമം എന്ന ഏകോചനം. ആ നാമം എന്താകുന്നു? അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാതിരിക്കുന്നതുകൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. അപ്പോൾ നാമം എന്താകുന്നു? ആ നാമത്തിൻ്റെ പേരാകുന്നു യേശു എന്ന പേർ. പഴയ നിയമത്തിലെ യഹോവ, യഹോവ ഈരെ, യഹോവ ഷമ്മ, യഹോവ ഏലോഹിം എന്ന് പറയുന്ന അതിനോട് ചേർന്ന് യഹോവ രക്ഷകനായി ലോകത്തിൽ വന്നപ്പോൾ അവൻ സ്വീകരിച്ച നാമമാണ് യാശുവ, അല്ലെങ്കിൽ യഹോവ രക്ഷകൻ. യഹോവ തന്നെയാണ് യേശുക്രിസ്തു എന്ന് അന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യഹോവ കുറിച്ച് ചേർത്ത് പറയുമ്പോൾ ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ അവൻ അത്ഭുത പ്രവൃത്തികൾ ചെയ്തപ്പോൾ യഹോവ ഈരെ, യഹോവ ഷമ്മ, യഹോവ ഏലോഹിം, അങ്ങനെ യഹോവ 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 ചേർത്ത് പറയുമ്പോൾ രക്ഷകനായി വന്നപ്പോൾ അവൻ സ്വീകരിച്ച നാമമാണ് യാശുവ, അല്ലെങ്കിൽ യഹോവ രക്ഷകൻ എന്നുള്ള നാമം. ഈ നാമം എന്താകുന്നു? അവൻ തൻ്റെ ജനത്തെ അവിടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാതിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. രക്ഷയ്ക്കുള്ള നാമം, സകല മുഴങ്കാലും മടങ്ങുന്ന നാമം നിങ്ങൾ നിഷേധിക്കരുത് സ്നാന സമയത്ത് എന്ന് നിങ്ങൾ ഗ്രഹിക്കുക. അപ്പോൾ യേശുക്രിസ്തു എന്തു പറഞ്ഞു? ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ആകയാൽ യേശു പറഞ്ഞതിൻ്റെ അർത്ഥം പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ വെളിപ്പെടുത്തി കൊടുത്തു. മത്തായി സുവിശേഷം എഴുതുന്നതിന് മുമ്പ് തന്നെ ക്രൈസ്തവ സഭയുടെ ആരംഭവും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനവും ആരംഭിച്ചിരുന്നു എന്ന് ഹിസ്റ്ററിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം എഴുതുന്നത് ഏകദേശം 65-70 AD-യിലായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം തുടങ്ങുന്നത് 1-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത് ദിവസം യെരുശലേമിലാകുന്നു. അവിടെ 3000 പേര്, പിന്നീട് കൊർന്നല്യോസിന്റെ ഭവനക്കാർ, പിന്നീട് ശമരിയയിലുള്ളവർ, പിന്നീട് എഫേസോസിലുള്ളവർ, അങ്ങനെ എല്ലായിടത്തും നമുക്ക് കാണുവാൻ സാധിക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനം. അതുകൊണ്ട് തീർച്ചയായിട്ടും യേശുക്രിസ്തുവിനുള്ള സ്നാനവും ആരംഭിച്ചത് പത്രോസ് പെന്തക്കോസ്ത് ദിവസത്തിൽ പ്രസംഗിക്കുമ്പോഴാണ്. ഹല്ലേലൂയ. അതിനുശേഷം അത് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം, ആ അന്ത്യ കൽപ്പനകൾ ലൂക്കോസിൽ പറഞ്ഞ പോലെ തന്നെ മാനസാന്തരവും പാപമോചനം അവൻ്റെ നാമത്തിൽ യെരുശലേമിൽ തുടങ്ങണം എന്ന് പറഞ്ഞ ഡിറ്റോ ആ യേശുക്രിസ്തുവിൻ്റെ കൽപ്പന
അവർ ശിരസ വഹിച്ചുകൊണ്ട് മർക്കോസിൻ്റെ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവിന് കാത്തിരുന്നതിന് ശേഷം പെന്തക്കോസ്ത് ദിവസം അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. അപ്പോൾ അന്യഭാഷകളിൽ സംസാരിച്ചപ്പോൾ കേൾവിക്കാരായിരിക്കുന്നവർ ഗ്രഹിച്ചു, ഇവർ മദ്യം കഴിച്ച് ലഹരി പദാർത്ഥം മദ്യം കഴിച്ച് ഇവർക്ക് ബോധം കെട്ടിരിക്കുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞപ്പോൾ പത്രോസ് പറയാണ്, ഇത് യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞ പോലെ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും എന്നുള്ള പ്രവചനം നിവൃത്തിയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കൂടിയിരുന്ന അവരോട് സംസാരിച്ചപ്പോൾ അവിടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് അവർ ചോദിക്കുകയാണ് പത്രോസിനോടും ശേഷമുള്ള അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? അപ്പോൾ പത്രോസ് പറയുകയുണ്ടായി, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുവാനുള്ള മത്തായി 22:19 അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞില്ല. പിന്നെയോ അവർക്ക് പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി കൊടുത്തു. അല്ലെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞതിൻ്റെ അർത്ഥം അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചപ്പോൾ മനസ്സിലായി, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം യേശുക്രിസ്തു ആകുന്നു. അതുകൊണ്ട് പത്രോസ് പറഞ്ഞു ആദ്യത്തെ പ്രസംഗത്തിൽ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും എന്ന് പറയുകയുണ്ടായി. അതുമാത്രമാണോ? പിന്നീട് എന്താണ് പറഞ്ഞത്? ഈ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. അവൻ്റെ വാക്കു കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. പത്രോസ് സ്വന്തം അഭിപ്രായം പറയുകയല്ലായിരുന്നു. സഭയുടെ ജന്മദിനമായ അന്ന് സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്ഥലവും സമയവുമല്ലായിരുന്നു. പരിശുദ്ധാൻ നിയോഗത്താൽ സംസാരിക്കുകയായിരുന്നു. 2 പത്രോസ് 1:20-21 ദൈവികമായ വെളിപ്പാടുകൾ വിവേചിച്ച് വേണ്ടും വണ്ണം ഗ്രഹിക്കാനുള്ള കഴിവും ബുദ്ധിയും പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിച്ചു നിയന്ത്രിക്കപ്പെടുന്നതിന് അത്രേ ഇവിടെ കാണുന്നത്. 1 കൊരിന്ത്യർ 2:13 ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ എന്ന കാര്യം ശ്രദ്ധിക്കുക. ആത്മാവിന് തെറ്റുപറ്റുകയില്ല. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിരുന്നു അപ്പോസ്തലന്മാർക്ക്. ഇന്നത്തെ കള്ളപാഷന്മാർക്കും കള്ള ഉപദേശകർക്കും ഈ ആട്ടിൻതോലുടെ ചെന്നായികൾക്കും പറയാൻ സാധിക്കുമോ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണെന്ന്? അപ്പോൾ 1 കൊരിന്ത്യർ 2:19 ഞാൻ പറഞ്ഞത് നിങ്ങളെ ഓർമ്മപ്പെടുത്തും എന്ന് യോഹന്നാൻ 14:26 കർത്താവ് പറഞ്ഞ ആ കൽപ്പന എന്തായിരുന്നു? അതാകുന്നു അപ്പോസ്തലന്മാർക്ക് മനസ്സിലായത് പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം. അപ്പോൾ പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലന്മാരിൽ വ്യാപിച്ച പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം തെറ്റെന്ന് പറയുകയില്ല. മാത്രമല്ല അത് അനുസരിക്കുവാൻ ഒരുക്കമുള്ളവരും ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോസ്തലന്മാർ 1-ാം നൂറ്റാണ്ടിൽ പ്രാപിച്ച പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച പാസ്റ്റർമാരോ പ്രസ്ബിറ്റർമാരോ ചെയർമാൻമാരുമായിട്ടുള്ളവർ അവർ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം തെറ്റെന്ന് പറയില്ല. മാത്രമല്ല അവർ ആ സ്നാനം അംഗീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. അതിൻ്റെ അടയാളം അവരും അപ്പോസ്തലന്മാരിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവ് അവരിൽ വ്യാപരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ദൂതൻ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ അപ്പോസ്തലന്മാർ യേശുക്രിസ്തുവിനുള്ള സ്നാനം പറയുകയും പഠിപ്പിക്കുകയും ചെയ്തപ്പോൾ അതിനെതിരായി വെറുതെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം എന്ന് പറഞ്ഞുകൊണ്ട് ടൈറ്റിൽ സ്ഥാനപ്പെടുത്തുന്നവർ ഗലാത്യർ 1-ാം അധ്യായം 8-9 അനുസരിച്ച് ശപിക്കപ്പെട്ടവരാകുന്നു. ശപിക്കപ്പെട്ടവർ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് തൃത്വ സഭകളിൽ കുടുങ്ങിക്കിടക്കുന്ന വിശ്വാസികളെ നിങ്ങളോട് ഈ സന്ധ്യാസമയത്ത് അറിയിക്കുന്നു. അതുകൊണ്ട് ദൈവദിനം വളരെ ശ്രദ്ധയോടെ ചിന്തിച്ച് നിങ്ങളുടെ രക്ഷയ്ക്കുള്ള പാപങ്ങളെ കഴുകിക്കളയുന്ന, പാപങ്ങളെ മോചിക്കുന്ന, ക്രിസ്തുവിനെ ധരിക്കുന്ന, ക്രിസ്തുവിനോട് ചേരുന്ന സ്നാനമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനമേറ്റ് നിങ്ങളുടെ രക്ഷയെ ഭദ്രമാക്കുക. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ എറ്റേണൽ ലൈഫിനെ നിങ്ങൾ ഹല്ലേലൂയ നിങ്ങൾ തിരഞ്ഞെടുത്ത് ആ
പാതയിൽ യേശുക്രിസ്തുവിന്റെ കൂടെ നിത്യം വാഴുവാൻ കൃപാലുവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ പാർട്ട് 3 ദൈവം സഹായിച്ചാൽ അടുത്ത സൺഡേയിൽ സംസാരിക്കുന്നതായിരിക്കും. കൃപാലുവായ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്.